CPM നേതൃനിരയിലെ കണ്ണൂരാധിപത്യം പുതുമയുള്ളതല്ല. എതിരാളികൾ പരസ്യമായും സംഘടനയ്ക്കുള്ളിൽ രഹസ്യമായും ഇത് പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി ചർച്ചയിൽ ഇത് ഉയർന്നുവന്നുവെന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. ഇത്തരം വിമർശനങ്ങളോ പൊതുമധ്യത്തിലെ ചർച്ചകളോ CPM തീരുമാനത്തെ തെല്ലും സ്വാധീനിച്ചിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനവും സെക്രട്ടറി സ്ഥാനവും കൈയാളുന്ന നേതാക്കളുടെ നാടായ കണ്ണൂരിന് തന്നെയാണ് സംസ്ഥാന സമിതിയിൽ കൂടുതൽ പങ്കാളിത്തം. 79 അംഗ സംസ്ഥാന സമിതിയിൽ 17 പേരും കണ്ണൂരുകാരാണ്. M. പ്രകാശൻ, ബിജു കണ്ടക്കൈ, DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് എന്നിവരാണ് സംസ്ഥാന സമിതിയിൽ പുതിയതായി ഇടം നേടിയ കണ്ണൂർ ജില്ലക്കാർ. സെക്രട്ടേറിയറ്റിലും കണ്ണൂർ കരുത്ത് പ്രകടമാണ്. 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 5 പേർ കണ്ണൂരുകാരാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദവിയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നവർക്ക് പാർട്ടി നൽകുന്ന അംഗീകാരമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനം MV ജയരാജന് ലഭിച്ചു. പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, EP ജയരാജൻ, MV ഗോവിന്ദൻ എന്നിവർ സെക്രട്ടേറിയറ്റിലെത്തിയതുപോലെ സ്വാഭാവികമായ നടപടി. P ജയരാജനോ P ശശിയോ എന്ന ചോദ്യത്തിന് 2 പേരും സെക്രട്ടേറിയറ്റിലേക്ക് ഇല്ല എന്നാണ് പാർട്ടിയുടെ മറുപടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളുള്ള ജില്ലാ ഘടകം കണ്ണൂരാണ്. ബംഗാളിലെ നോർത്ത് പർഗാനാസ് ജില്ലയെ 6 വർഷം മുമ്പാണ് കണ്ണൂർ മറികടന്നത്. പാർട്ടിയിലും ഭരണത്തിലുമുള്ള കണ്ണൂർ ആധിപത്യത്തിനെതിരെ വലിയ വിമർശനമാണ് കൊല്ലം സമ്മേളനത്തിൽ ഉയർന്നതെങ്കിലും നേതൃത്വം അതൊന്നും മുഖവിലക്കെടുത്തില്ല. ഒടുവിൽ ഭാരവാഹികളുടെ പട്ടിക വന്നപ്പോൾ കണ്ണൂരിന്റെ ആധിപത്യം പിന്നെയും കൂടി. ജോം TK-ക്കൊപ്പം CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.